അപ്പൊ ഒരു മനുഷ്യന് അവന്റെ വ്യക്തിത്വത്തിൽ ഇസ്ലാമികമായ ചുവ ഏത് മേഖലയിലും വേണം. അവൻ എല്ലാ ഭാഗവും വേണം പരിഗണിക്കുക. ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെ വളർത്തുന്ന പരിപാടിയല്ല, രണ്ടും വേണം എന്നതാണ് ഇസ്ലാമിന്റെ സമ്പ്രദായം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി, ഒരു മുസ്ലിം അവൻ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നല്ല രൂപത്തിലായിരിക്കണം എന്നതുകൂടി ഇസ്ലാം പറഞ്ഞതാണ്. ഒരാൾ വളരെ നല്ല രൂപത്തിലാവുക എന്നത് ഇസ്ലാമിൽ ഒരു പ്രധാന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരിൽ പ്രമുഖനായ ജലീൽ ഇബ്നുൽ ഹംദലിയ റളിയല്ലാഹു തആല അൻഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എപ്പോ ഒരു യാത്ര കഴിഞ്ഞ് സ്വഹാബിമാര് മടങ്ങി വരികയാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് വീട്ടിലേക്ക്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉപദേശം കൊടുക്കുന്നത് നോക്കൂ, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും فأصلحوا رحالكم وأحسنوا لباسكم حتى تكونوا كأنكم شامة في الناس فإن الله لا يحب الفحش ولا التفحش. അബൂ ദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സ്വഹാബിമാരോട് പറയുകയാണ്, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും, നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയല്ലേ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഫാസ്ലിഹു റിഹാലക്കും, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെയൊക്കെ നന്നാക്കണം. വഅഹ്സിനൂ ലിബാസക്കും, നിങ്ങൾ ധരിച്ച വസ്ത്രമൊക്കെ നിങ്ങൾ നന്നാക്കണം. നല്ല വേഷത്തിൽ അവരെ കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളോടൊരു വൈമുഖ്യം തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളിൽ ഒരു വെറുപ്പ് തോന്നുന്ന സ്വഭാവങ്ങളോ രൂപഭാവങ്ങളോ വേഷഭൂഷാദികളോ ഇല്ലാത്ത നിലക്ക്, നിങ്ങൾ ആകർഷണീയമായ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിലേക്ക് ചെല്ലണേ. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹിഷ ഫുഹിഷ വല തഫഹുഷ. രൂപത്തിലും ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന നിലക്കുള്ള സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. രണ്ട് രംഗത്തും ശുദ്ധി വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. രണ്ട് മേഖലയിലും വൃത്തി വേണം. ഖുർആനിലെ വചനം നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അത്തവ്വാബീന, പശ്ചാത്തപിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹുക്ക് പെരുത്ത് ഇഷ്ടമാണ്. അകം ശുദ്ധിയുള്ളവരെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിൽ യാതൊരു കറയുമില്ല, മനസ്സിൽ മാലിന്യങ്ങളില്ല, എല്ലാം ശുദ്ധിയാക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്ന നിലക്ക് സംഭവിക്കുന്നത്, അപ്പപ്പോൾ അവൻ അനുസരിഞ്ഞുകൊണ്ട് തന്റെ നാഥന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന പ്രകൃതക്കാരനാണെങ്കിൽ, അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരെ, ഉള്ളു ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാകുന്നു. അവരെ മാത്രല്ല, അത് മാത്രം പോരാ, വയുഹിബ്ബുൽ മുതതഹിരീൻ, പുറം ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തൗബയിലൂടെ മനുഷ്യന്റെ അകമാണ് ശുദ്ധിയാവുക. മനസ്സും ശരീരമാണല്ലോ, ഈ മനസ്സ് തൗബയിലൂടെയാ ശുദ്ധിയാവുക. അത് സോപ്പ് തേച്ച് മിനുക്കി അത്തറ് പുരട്ടി ഭംഗിയിൽ നടന്നത് കൊണ്ട് ഒരാളുടെ മനസ്സ് ശുദ്ധാവൂല. അത് തൗബയിലൂടെയാണ് ശുദ്ധിയാകുന്നത്. അങ്ങനെ അകത്തളത്തെ ശുദ്ധമാക്കുന്നവനെ അല്ലാഹു സ്നേഹിക്കുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, പുറമേക്ക് ശുദ്ധിയാകുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അത് ത്വഹാറത്ത്, പുറമേക്കുള്ള ശുദ്ധിയാണ്. കുളിക്കുക, വൃത്തിയായ വസ്ത്രം ധരിക്കുക, ദുഷിച്ച മണം തന്റെ ശരീരത്തിൽ നിലനിൽക്കാൻ അനുവദിക്കാതിരിക്കുക, ആകർഷണീയമായ രൂപത്തിൽ ജനമധ്യേ പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. അതിന് മനുഷ്യരോട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തോട് നിന്റെ കടമകൾ നീ നിർവഹിക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, അങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അത് ആത്മീയമായ പുരോഗതിക്ക് നല്ലതാണെന്ന് പറഞ്ഞവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടുന്ന് തിരുത്തിയ സംഭവമാണ് നമ്മൾ കേട്ടത്. പകല് മുഴുവൻ നോമ്പെടുക്കുക, ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കണ്ടേ? ആള് വേണ്ടേ? ശരീരം വേണ്ടേ? അത് നിലനിർത്തണം. ശരീരത്തെ അപകടപ്പെടുത്തുന്നത് ഒരു നിലക്കും പാടില്ലാത്തതാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകതി, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. ഖുർആൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്.
മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ കൊന്നുകളയരുത്. സ്വന്തത്തെ നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹ് തന്നതാണ് ഈ ശരീരം, അതിനോട് ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സഹാബി ഉറങ്ങാതെ ശരീരത്തെ ക്ഷീണിപ്പിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞതെന്താ? നിനക്ക് നിന്റെ ശരീരത്തോട് കടമയുണ്ട്, നിന്റെ 2 കണ്ണുകളോട് കടമയുണ്ട്, അതുകൊണ്ട് ഉറങ്ങണം. കണ്ണിനോടുള്ള കടമ ഉറങ്ങലാണ്. നിനക്ക് നിന്റെ ഭാര്യയോട് കടമയുണ്ട്, ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയുമൊത്തുള്ള ജീവിതമാണത്, അതും നിനക്ക് നിന്റെ ഭാര്യയോടുള്ള കടമയാണ്. അതൊക്കെ ചെയ്യുന്നത്, അതിലൊക്കെ ഏർപ്പെടുന്നത്, അതിലൊക്കെ പങ്കെടുക്കുന്നത് ആത്മീയമായ പുരോഗതിക്ക് തടസ്സമാണെന്ന് വിചാരിച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. 3 സഹാബിമാരെ സംഭവം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബാദത്തൊക്കെ ചോദിക്കാൻ അറിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു ഞാൻ ഇനി എന്നും നിസ്കാരം, ഒരാൾ പറഞ്ഞു എന്നും നോമ്പാണ്, ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കൂല, വിവാഹം കഴിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അതൊന്നും എന്റെ മാർഗമല്ല. ഉറങ്ങവും വേണം, നിസ്കാരവും വേണം, നോമ്പുള്ള ദിവസവും വേണം, അല്ലാത്ത ദിവസവും വേണം, വിവാഹം കഴിക്കണം. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, അതൊക്കെയാണ് എന്റെ രീതി. എന്റെ രീതിയോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ രീതിയോട്, എന്റെ സമ്പ്രദായത്തോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ ഇത് രണ്ടും വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ വെള്ളം കുടിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. പക്ഷെ അവിടെയൊക്കെ ഇസ്ലാം പറഞ്ഞു അമിതത്വം പാടില്ല. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, ഓ വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ ഒരിക്കലും അമിതത്വം കാണിക്കരുത്. ഹദീസിൽ കാണാം, നിങ്ങൾ വസ്ത്രവും ധരിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ, അതുപോലെ തന്നെ പാനീയം കുടിച്ചോളൂ, അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ, പക്ഷേ ഇസ്റാഫ് പാടില്ല. ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടാകണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മേഖലയിൽ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും ദുഷിച്ച പാത്രം വയറാണ്. ആമാശയാണ് മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും ദുഷിച്ച പാത്രം. ഫൈദാ കാന ലാ മഹാലത ഫായിലൻ ഫസുലുസുൽ ലിതആമിഹി, 1/3 ഭക്ഷണം, 1/3 വെള്ളത്തിന്, 1/3 വായുവിന് എന്നാണ്. ഇത് വൈദ്യശാസ്ത്രം ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് അംഗീകരിച്ച ആൾക്ക് രോഗം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമുക്കിത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പ്രവൃത്തിപരത്തി വരുത്താൻ കഴിയുന്നില്ല. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായുവിന്, 1/3 വായുവിന്. അപ്പൊ ആ ഒരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന് വ്യാഖ്യാനം കൊടുത്തതാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ അമിതമാകരുത്, അമിതമാകരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ഇയ്യാകും വൽ ബിത്നത ഫിത് തആമി വശറാബ്, നിങ്ങൾ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ, വൽ ബിത്നത ഫിത് തആമി വശറാബി, വയറ് ഫുള്ളായിട്ട് വെള്ളം കുടിക്കുക, വയറ് ഫുള്ളായി ഭക്ഷണം കഴിക്കുക, അത് നിങ്ങൾ സൂക്ഷിക്കണം. വയറ് നിറച്ച് ഒരൽപ്പം ഒഴിവില്ല, അന്നലക്ക് എല്ലാം അടിച്ച് ഫിറ്റാക്കുന്ന സമ്പ്രദായം ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അത് സൂക്ഷിക്കണേ. ഫഇന്നഹാ മുഫ്സിദത്തുൻ ലിൽ ജസദി, അത് മനുഷ്യന്റെ ശരീരത്തെ ദുഷിപ്പിക്കുന്നതാണ്. മൂരിസത്തുൽ ലിസ്സഖമി, രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. മുക്സിലത്തുൻ അനിസ്സലാ, ശരിയായ നിലക്ക് നിസ്കരിക്കാനാവാതെ അവനെ കസിലാനാക്കി മാറ്റുന്നതാണ്. ഇബാദത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, അവന് മടിയനാക്കും നമസ്കാരത്തിൽ. അതുകൊണ്ട് വഅലൈക്കും ബിൽ ഖസ്ദി ഫീഹിമാ, നിങ്ങൾ അതിൽ പാലിക്കണേ ജനങ്ങളെ. ഫഇന്നഹു അസ്ലഹു ലിൽ ജസദി, ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതാണ്. വഅബഅദു മിനസ് സറഫി, ദുർവൃത്തി, ഏറ്റവും വലിയ തെറ്റായ സറഫിൽ നിന്ന്, അഥവാ മനുഷ്യൻ ദൂർത്തടിക്കുക എന്ന് പറയുന്ന ഇസ്റാഫിൽ നിന്ന് മനുഷ്യനെ അകറ്റി കളയാനും അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചതും, അങ്ങനെയാണ് അവരൊക്കെ സമൂഹത്തോട് പഠിപ്പിച്ചതും. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം അവൻ ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാതിരിക്കുമ്പോഴുമൊക്കെ മുസ്ലിം എപ്പോഴും വൃത്തിയുള്ളവനായിരിക്കണം എന്നാണ്.
വൃത്തിയുള്ളവനായിരിക്കണം. കുളിക്കാൻ നിർദ്ദേശിച്ചൊരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. കുളിക്കുന്നത് പുണ്യകർമ്മം. ഒരാൾ കുളിച്ചാൽ അത് പുണ്യകർമ്മം. നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി കുളിച്ചാൽ അത് ആ ഉദ്ദേശത്തോടു കൂടി കുളിക്കുമ്പോൾ അതൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു മതം, ഒരു പ്രത്യയ ശാസ്ത്രം, ഒരു ദർശനം ഇസ്ലാമല്ലാതെ ഏതാ ഉള്ളത്? കുളിക്കാൻ പറയാണ്, അതൊരു പുണ്യകർമ്മമാണ്. ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി നിർബന്ധമാണ്. ജുമുഅക്ക് പോകുമ്പോ കുളിക്കൽ നിർബന്ധമാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. എന്ത്? അവിടുത്തെ സമ്പ്രദായങ്ങളും അവിടുത്തെ ചര്യകളും ഒക്കെ പഠിപ്പിച്ച സ്വഹാബത്ത് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചു. അവിടുന്ന് വളരെയേറെ ശ്രദ്ധിക്കാറുള്ള ഒരു സംഗതിയാണ്, അവിടുന്ന് ഏറ്റവും ശ്രദ്ധിക്കാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അവിടുന്ന് എപ്പോഴും വായ വൃത്തിയായി കൊണ്ടു നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സമ്പ്രദായമായിരുന്നു അവിടുന്ന്. അവിടുത്തെ വ്യക്തിത്വത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അധ്യായമാണത്. ഹദീസുകളിൽ എമ്പാടും അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കാണാം. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന ലാ യർഖുദു ലൈലൻ വലാ നഹാറൻ ഫയസ്തൈഖിദു ഇല്ലാ തസവ്വക ഖബ്ല അൻ യതവല്ല. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിലാവട്ടെ പകലിലാവട്ടെ ഉറങ്ങിയിട്ടുണ്ടോ എഴുന്നേറ്റാൽ ഉടനെ അവിടുന്ന് ചെയ്യുക ഇല്ലാ തസവ്വക, അവിടുന്ന് വായ ശുദ്ധി വരുത്തും. ദന്തശുദ്ധി വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കില്ലെന്ന് ഉണർന്നാൽ ദന്തശുദ്ധി വരുത്തിയിട്ടല്ലാതെ നബിയെ ഞാൻ കണ്ടിട്ടില്ല. ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ് പറയുന്നത്. എത്രത്തോളം പ്രവാചകൻ അതിൽ ശ്രദ്ധിച്ചു. ലൗലാ അൻ നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി സ്വലാ. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായി തീരുകയില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും സിവാക്ക് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അതിന് പ്രാധാന്യം കൊടുത്തത്. അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകൻ വീട്ടിൽ എന്നാൽ ആദ്യം എന്താ ശ്രദ്ധിക്കാറുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖാലത്ത് ബിസ്സിവാക്, ദന്തശുദ്ധി വരുത്തിക്കൊണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാറുള്ളൂ. അത്ര വലിയ പ്രാധാന്യമാണ് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ വലിയൊരു പ്രാധാന്യമുള്ള സംഗതിയാണ് വൃത്തി. യുഹിബ്ബുൽ മുത്തതഹിരീൻ എന്ന് പറഞ്ഞില്ലേ, ഉള്ളു ശുദ്ധിയാക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു, പുറം ശുദ്ധിയാക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരന് തന്നിൽ നിന്നൊരു ദുഷിച്ച മണം ഉണ്ടാകാൻ പാടില്ല, ഇടയാവാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അവിടുന്ന് ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നവരോട് എന്താ പറഞ്ഞത്? മന്നകലൽ ബസല വസ്സൂമ വൽ ഖുറാസ വൽ ഖുറാസ ഫലാ യഖ്റുബന്ന മസ്ജിദനാ ഫഇന്നൽ മലായികത തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം. ആരെങ്കിലും ഉള്ളി, ചേരുള്ളി, അതുപോലെ തന്നെ ഖുറാസ്, അതൊക്കെ ആരെങ്കിലും ഭക്ഷിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ ഏതെങ്കിലും നിലക്ക് മണം പുറത്തു വരാൻ സാധ്യതയുള്ള പച്ചക്കറികൾ തന്നെ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു വാസന അവന്റെ നാവിൽ ഇഷ്ടപ്പെടാത്തത് ഉണ്ടെങ്കിൽ, ഫലാ യഖ്റബന്ന മസ്ജിദനാ, നമ്മുടെ മസ്ജിദിലേക്ക് അവൻ അടുക്കരുത്, നമ്മുടെ മസ്ജിദിൽ അവൻ വരരുത്. ഫഇന്നൽ മലായികത, നിശ്ചയമായും മലക്കുകൾ, തതഅസ്സാ, അവര് ബുദ്ധിമുട്ടുന്നുണ്ട്, മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. മനുഷ്യന്മാര് മാത്രല്ല ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത്, മലക്കുകളുണ്ട്. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന നിലക്ക്, മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന ഈ ദുഷിച്ച മണവുമായി പള്ളിയിലേക്ക് വരൽ, അത് അവർക്കും വെറുപ്പുണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിപ്പോ അള്ളാഹ് അനുവദിച്ചു തന്ന കഴിക്കൽ അനുവദനീയമായ പച്ചക്കറികളിൽപ്പെട്ട ചിലത് കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു മണം ഉണ്ടാകുന്നതിനെ പറ്റിയാ പറയുന്നത്. അവ എത്ര ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ. അവന്റെ വസ്ത്രം, അവന്റെ കാലിൽ ധരിക്കുന്ന സോക്സ്. ചില ആൾക്കാരാണ് സുജൂദ് ചെയ്ത് അതിന്റെ അപ്പുറത്ത് സുജൂദ് ചെയ്താൽ പിന്നെ സുജൂദിന് എഴുന്നേൽക്കാൻ കഴിയോ? അത്ര ദുഷിച്ച മണവുമായിട്ട് ഈ ഷൂവിന്റെ ഉള്ളിൽ എത്രയോ മണിക്കൂറുകൾ ഇട്ട് നടന്ന വിയർത്തൊലിച്ചിറങ്ങിയിട്ടുള്ള ഈ സോക്സുമായിട്ട് അങ്ങനെ തന്നെ പള്ളിയിൽ കയറിയിട്ട് ആ ദുഷിച്ച മണവുമായിട്ട് അവൻ സ്വഫിൽ നിൽക്കുകയാണ്. എന്തൊരു അപരാധമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. പാടില്ല, വൃത്തികേടാണത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ തന്റെ കക്ഷത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം, തന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം, ബീഡി വലിച്ചവൻ, സിഗരറ്റ് വലിച്ചവൻ, അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലുമൊക്കെ ആ രൂപത്തിലുള്ള വൃത്തികെട്ട മണവുമായി കൊണ്ട് പള്ളിയിലേക്ക് വരുന്നവൻ എത്ര വലിയ അപരാധിയാണ്.
അവൻ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് വേണം, ദുഷിച്ച മണമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത്തറൊന്നും ഉപയോഗിക്കാതെ തന്നെ അവിടുത്തെ ശരീരം സുഗന്ധപൂർണമായിരുന്നു. അത് അള്ളാഹു നൽകിയ ഒരു ഫضലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന് അള്ളാഹു നൽകിയ ഒരു ബറക്കത്തായിരുന്നു. അവിടുത്തെ ശരീരം സുഗന്ധപൂർണമായിരുന്നു. എന്നൊരു ദുഷിച്ച മണവും പ്രവാചക ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആ പവിത്രമായ ശരീരത്തിന്റെ ഉടമയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തർ ഉപയോഗിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല, സുഗന്ധം ഉപയോഗിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല. നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം കണ്ടറിഞ്ഞ സഹാബത്ത് പറയുന്നത് എന്താ അറിയോ? കാന ഇദാ സാഫഹൽ മുസാഫിഹ് ലല്ല യൗമഹു യജിദു റീഹ ത്വയ്യിബ് ഫീ യദിഹി. അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കലെങ്ങാനും ഒന്ന് മുസാഫഹത്ത് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയാല് ആ മുസാഫഹത്ത് കൊടുത്ത മനുഷ്യന്റെ കയ്യിൽ ആ ദിവസം മുഴുവൻ ആ സുഗന്ധം ഉണ്ടാവുന്നതാണ്. മുസാഫഹത്ത് കൊടുത്ത മനുഷ്യന് ആ കൈ നിറയെ മണം. വൈദാ വളഅ യദഹു അലാ റഅസി സ്വബീ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ തലയിലെങ്ങാനും ആ കൈയൊന്ന് വെച്ചാൽ അതാ മറ്റു കുട്ടികൾക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കുട്ടിയുടെ തലയിലാണ് കൈവച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. കാരണം എന്താ, ആ കുട്ടിക്ക് ഒരു പ്രത്യേക മണം, അതൊരു പ്രത്യേകമായ സുഗന്ധം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബത്ത് പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യമറു ഫീ തരീഖിൻ ഫയത്ബഉഹു അഹദുൻ ഇല്ലാ അറഫ അന്നഹു സലകഹു മിൻ തീബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിലൂടെ പിന്നീട് പോയാൽ അവർക്ക് മനസ്സിലാകാറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ആ സുഗന്ധം ഇങ്ങനെ അവിടെ തളം കെട്ടി നിൽക്കുന്നു. അത്രമാത്രം അവിടുത്തെ ശരീരം, അവിടുത്തെ വിയർപ്പിന് പോലും സുഗന്ധമായിരുന്നു. അത് ഏത് മനുഷ്യനുണ്ടാവുക, ഏത് മനുഷ്യർക്ക് അതുണ്ടാവുക? എല്ലാരും വിയർപ്പും നാറൂലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയർപ്പിന് പോലും സുഗന്ധമുണ്ടായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതകളുള്ള പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് പുറത്തിറങ്ങുമ്പോ സ്വന്തം സുഗന്ധം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ വിശിഷ്ടാവസരങ്ങളിൽ ഭാര്യമാർ സുഗന്ധം പൂശിക്കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ അവിടുത്തെ താടിയിലും തലയിലുമൊക്കെ ഞാൻ സുഗന്ധം പുരട്ടിക്കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. സുഗന്ധം വേണ്ടാത്ത ശരീരാണത്, എന്നിട്ടും അവിടുന്ന് അതിന് എത്ര പ്രാധാന്യം കൽപ്പിച്ചത്. അതെന്താണെന്നറിയോ? തന്റെ ഒരു സഹോദരന് തന്നെ കൊണ്ടൊരു ദുഷിച്ച മണം ഉണ്ടാവരുത്, വെറുപ്പുണ്ടാക്കുന്ന സമ്പ്രദായമാണ്. അത് പാടില്ല. സംസാരിക്കുമ്പോ തന്റെ വായ ശുദ്ധീകരിക്കാൻ ഇസ്ലാം അതിന് എത്ര പ്രാധാന്യം കൊടുത്തത്. അതിനാണ് എത്രായിരം അണുക്കളെ കൊണ്ടാണ് മനുഷ്യൻ അവന്റെ വായയും കൊണ്ട് നടക്കുന്നത്. വൈദ്യശാസ്ത്രം പറയുന്നു ലക്ഷക്കണക്കിന് രോഗാണുക്കളുടെ കേന്ദ്രമാണ് മനുഷ്യന്റെ വായ. അത് ശുദ്ധീകരിക്കാൻ ഇസ്ലാം എത്രയാ പ്രാധാന്യം കൽപ്പിച്ചത്. 5 നേരത്തെ ഉളൂവിന്റെ കൂടെ അത് സുന്നത്താക്കി. എന്റെ സമൂഹത്തിന് അത് ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നുവെങ്കിൽ അത് നിർബന്ധാണ് ഞാൻ പറയുമായിരുന്നു. സിവാക്ക് ചെയ്തില്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാൻ വിധി പറയുമായിരുന്നു. സിവാക്ക് വാജിബാന്ന് പറയുമായിരുന്നു. പക്ഷെ ഈ സമുദായത്തിൽ ആർക്കും എപ്പോഴെങ്കിലും കഴിയാതെ പോയാലോ എന്നതിലൊക്കെ ബുദ്ധിമുട്ടോർത്തിട്ടാണ് അത് കൽപ്പിക്കാതെ പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി മാത്രമല്ല സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, മനുഷ്യൻ അവന്റെ വേഷത്തിൽ വൃത്തി വേണം. മുടി ഒരാൾക്കുണ്ടെങ്കിൽ അവനത് വൃത്തിയായി കൊണ്ട് നടക്കണം. താടിയും മുടിയും ഒക്കെ വൃത്തിയായി കൊണ്ട് നടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ അതിനെ ആദരിക്കട്ടെ. അത് നന്നായി കൊണ്ട് നടക്കണം, അത് നന്നായി കൊണ്ട് നടക്കണം, വൃത്തിയിൽ കൊണ്ട് നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ ഒരാൾ കയറി വരികയാണ്. കയറി വരുന്ന രൂപം എന്താണ്? സായിറുർ റഅസി വൽ ലിഹ്യ, തലമുടിയും താടിയും ഒക്കെ ഇങ്ങനെ പരത്തിയിട്ട് ചപ്രത്തലമുടിയായിട്ടാ കയറി വരുന്നത് പള്ളിയിലേക്ക്. ഫഅശാറ ഇലൈഹി റസൂലു ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് തന്റെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഅന്നഹു യഅ്മുറുഹു ബിഇസ്ലാഹി ശഅരിഹി വലിഹ്യതിഹി, താടിയും മുടിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് നബിയുടെ സമീപത്തേക്ക് വൃത്തിയായി താടിയും മുടിയും ഒക്കെ ചീകിയിട്ട് വന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈസ ഹാദാ ഖൈറൻ മിന്നൻ യഅതി അഹദുകും വഹുവ സായിറുർ റഅസി കഅന്നഹു ശൈത്താൻ. ഈ രൂപത്തിൽ ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ വരലല്ലേ നിങ്ങൾക്ക് ഖൈറ്? ഏതിനേക്കാൾ? ഇങ്ങനെ ചപ്ര തലമുടിയൊക്കെ ആയിട്ട് ശൈത്താനെ പോലെ നടക്കുന്നതിനേക്കാൾ. പ്രവാചകർ രോഷം ആ വാക്കുകളിലൂടെ മുഴങ്ങി കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ രോഷം ആ വാക്കുകളിൽ നയലിച്ച് കാണുകയാണ്.